ശ്വാസം നമുക്കു പ്രയാസം നിറച്ചു കരൾക്കൂടിനുള്ളിൽ കനൽ കോരിട്ടു കൂടെ പിറന്നോരും മുറ്റോരും ഉടയോരും. Momentum Media proudly presents Naseem Healthcare Qatar Canvas. Naseem Healthcare, the destination care. Powered by Riyadh Medical Center in association with Isuzu Qatar and Christian SVP. മൊമെന്റം മീഡിയ അവതരിപ്പിക്കുന്ന നസീം ഹെൽത്ത് കെയർ ഖത്തർ ക്യാൻവാസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഹ്യൂല ഫെത്വൽ. മൊമെന്റം മീഡിയ അവതരിപ്പിക്കുന്ന നസീം ഹെൽത്ത് കെയർ ഖത്തർ ക്യാൻവാസിൽ ആദ്യം ഖത്തർ പൾസ്. ഖത്തറിലെ ഇന്ത്യക്കാർക്ക് ഇനി QR കോഡ് സ്കാൻ ചെയ്ത് UPI വഴി പേയ്മെന്റുകൾ നടത്താൻ സാധിക്കും. ഖത്തർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മിഡിൽ ഈസ്റ്റിലെയും ആഫ്രിക്കയിലെയും ഏറ്റവും വലിയ ധനകാര്യ സ്ഥാപനമായ QNBയുമായി NPCI ഇന്റർനാഷണൽ പേയ്മെന്റ് കരാർ ഒപ്പിട്ടതിനെ തുടർന്നാണ് ഈ സൗകര്യം. ഇത് നിലവിൽ വരുന്നതോടെ ഇന്ത്യൻ പ്രവാസികൾക്കും വിനോദസഞ്ചാരികൾക്കും രാജ്യത്തുടനീളം UPI വഴി പണമിടപാട് നടത്താം. റെസ്റ്റോറന്റുകൾ, റീറ്റെയിൽ ഷോപ്പുകൾ, ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ, ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകൾ എന്നിവിടങ്ങളിലെല്ലാം ഈ സേവനം ലഭ്യമാകും. ഖത്തറിൽ QR കോഡ് ഉപയോഗിച്ച് ഇടപാട് നടത്തുന്നവരുടെ ഇന്ത്യൻ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പണം നൽകാനാകും. ചുരുങ്ങിയ ദിവസത്തെ സന്ദർശനത്തിനായി ഖത്തറിൽ എത്തുന്ന ഇന്ത്യക്കാർക്ക് ഈ സംവിധാനം ഏറെ ഉപകാരപ്രദമാകും. ഖത്തറിലേക്ക് ഡ്രൈവർമാരായി വരുന്ന പ്രവാസികൾ ഖത്തറിലെത്തി ഇനി ഡ്രൈവിംഗ് ലൈസൻസിന് അപേക്ഷിക്കുമ്പോൾ നേത്രപരിശോധന നടത്തേണ്ടതില്ല. ഖത്തറിലേക്ക് വരുന്നതിന് മുമ്പ് ഖത്തർ വിസ സെന്ററുകളിൽ ഇവർ നടത്തുന്ന നേത്രപരിശോധന ഖത്തറിലെ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റിന്റെ ലൈസൻസിംഗ് സംവിധാനവുമായി ബന്ധിപ്പിച്ചതായി ആഭ്യന്തര മന്ത്രാലയം സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചു. പുതിയ സേവനം ഡ്രൈവർമാർക്ക് ലൈസൻസ് അപേക്ഷ എളുപ്പമാക്കാൻ സഹായിക്കും. നിരോധിത ഇടങ്ങളിൽ പുകവലി, കനത്ത പിഴ മുന്നറിയിപ്പുമായി ആഭ്യന്തര മന്ത്രാലയം. മെട്രോ സ്റ്റേഷനുകളിലും പൊതുഗതാഗത സംവിധാനങ്ങളിലും പൊതുസുരക്ഷ ഉറപ്പാക്കാൻ അടച്ച ഇടങ്ങളിൽ പുകവലി നിരോധിക്കുന്ന 2016 10-ാം നമ്പർ നിയമത്തിലെ ആർട്ടിക്കിൾ 17 കർശനമായി പാലിക്കണമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. നിയമം ലംഘിച്ചാൽ 1000 മുതൽ 3000 വരെ റിയാൽ പിഴ ഈടാക്കുമെന്ന് മന്ത്രാലയം അറിയിച്ചു. രാജ്യത്ത് പുകയില കൃഷിയോ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണമോ ഇല്ലാത്തതിനാൽ പുകയില മലിനീകരണം തീരെ ഇല്ലാത്ത ചുരുക്കം ചില രാജ്യങ്ങളിൽ ഒന്നാണ് ഖത്തർ. ഇൻഡോർ സ്പേസുകളിൽ പുകവലി നിരോധിക്കുന്നതിനും ഈ ഉൽപ്പന്നങ്ങൾ 18 വയസ്സിന് താഴെയുള്ളവർക്ക് വിൽക്കുന്നില്ലെന്ന് ഉറപ്പാക്കുന്നതിനും കർശനമായ നിയമനിർമ്മാണങ്ങൾ നിലവിലുണ്ട്. സ്കൂളുകളിൽ നിന്നും മറ്റ് വിദ്യാഭ്യാസ പരിശീലന സ്ഥാപനങ്ങളിൽ നിന്നും 1 കിലോമീറ്ററിൽ താഴെയുള്ള പ്രദേശങ്ങളിൽ ഇത്തരം ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതും നിരോധിച്ചിരിക്കുന്നു. ഖത്തറിലെത്തി 30 ദിവസത്തിനുള്ളിൽ വിസ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയില്ലെങ്കിൽ പിഴ ഈടാക്കും. ഖത്തറിലെത്തി 30 ദിവസത്തിനുള്ളിൽ പ്രവാസികൾ വിസ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയില്ലെങ്കിൽ 10,000 റിയാൽ വരെ പിഴ ഈടാക്കും. ഖത്തർ ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ മുന്നറിയിപ്പിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. വിസ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ തൊഴിലുടമയാണ് നിയമപരമായി ബാധ്യസ്ഥൻ എന്നും അറിയിച്ചു. നിയമം പാലിക്കാതിരുന്നാൽ പിഴയ്ക്കും നിയമ നടപടിക്കും വിധേയമാകേണ്ടി വരും. ഖത്തറിൽ എത്തിയ ദിവസം മുതൽ 30 ദിവസത്തിനുള്ളിൽ എല്ലാ താമസരേഖകളും ശരിയാക്കണം. ഈ കാലാവധിയിൽ നടപടികൾ പൂർത്തിയാക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഓരോ ദിവസത്തെ കാലതാമസത്തിനും 10 ഖത്തർ റിയാൽ വരെ പിഴ നൽകേണ്ടി വരും. ഇത്തരത്തിൽ പരമാവധി 6000 റിയാൽ വരെ പിഴ നൽകി നിയമ നടപടികളിൽ നിന്നും ഒഴിവാക്കാനും സാധിക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. പ്രവാസ ലോകത്തും ഒരുമയുടെ കരുത്ത് കാട്ടി മലയാളികൾ. റുഹിമോൾ ചികിത്സാ ഫണ്ട് കളക്ഷൻ ലക്ഷ്യത്തിലെത്തി. 5 മാസം മുമ്പാണ് ഖത്തറിൽ ജോലി ചെയ്യുന്ന പാലക്കാട് സ്വദേശികളായ റിസാൽ നിഹാല ദമ്പതികളുടെ മകളായ മൽക്ക റൂഹിക്ക് പ്രസവിച്ച 2-ാം മാസം വാക്സിനേഷന് വേണ്ടി ഹമദ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ കുട്ടിയുടെ ശാരീരിക അനക്കത്തിൽ അസ്വാഭാവികത കണ്ടതോടുകൂടിയാണ് മാരകമായ സ്പൈനൽ മസ്കുലാർ അട്രോഫിയാണെന്ന് സിദ്ര ഹോസ്പിറ്റലിലെ പരിശോധനയിൽ വ്യക്തമാകുന്നത്. 1.16 മില്യൺ ഖത്തർ റിയാൽ, ഏകദേശം 26 കോടി രൂപ ചികിത്സയ്ക്കായി ആവശ്യമാണെന്ന് ഡോക്ടർമാർ വിധിയെഴുതി. ഈ പ്രതിസന്ധി ഘട്ടത്തിലാണ് വിഷയം പ്രവാസി വെൽഫെയറിന്റെ മുന്നിലെത്തുന്നത്. ഏഷ്യാനെറ്റ് ഇത് ആദ്യമായി പ്രവാസ ലോകത്തെ അറിയിച്ചു. വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കി ഖത്തർ ചാരിറ്റി നേരിട്ട് ഫണ്ട് റൈസിംഗിന് മുൻകൈയെടുത്തു.
മുഴുവൻ പ്രവാസി സംഘടനകളുടെയും യോഗം വിളിച്ചു ചേർത്ത് ഫണ്ട് ശേഖരണത്തിനായി ഒന്നിച്ചിറങ്ങാൻ തീരുമാനമായി. പിന്നീട് 5 മാസക്കാലം ദോഹ കണ്ടത് മലയാളികളുടെ ഒത്തൊരുമയുടെ നാളുകളായിരുന്നു. കുടുംബം പ്രതിസന്ധിയിലായ ഈ ഘട്ടത്തിൽ ഖത്തറിലെ പ്രവാസി സംഘടനകളും ജീവകാരുണ്യ പ്രവർത്തകരും നിരന്തരം നടത്തിയ പരിശ്രമത്തിനൊടുവിലാണ് അസാധ്യമെന്നു കരുതിയ ദൗത്യം പൂർത്തിയായത്. ബിരിയാണി ചലഞ്ച് മുതൽ ചിത്രരചനാ മത്സരം വരെ സംഘടിപ്പിച്ചാണ് ഖത്തറിലെ പ്രവാസി സംഘടനകൾ മൽക്കാ റൂഹിയുടെ ജീവിതം തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിൽ പങ്കാളികളായത്. KMCC, പ്രവാസി വെൽഫെയർ, സംസ്കൃതി, ഇൻകാസ്, OICC, കേരള കൾച്ചറൽ സെന്റർ, യൂത്ത് ഫോറം ഖത്തർ, നടുമുറ്റം ഖത്തർ, ICF, ഖത്തർ സ്പർശം, IYC ഖത്തർ, ഖത്തർ ഇന്ത്യൻ പ്രവാസി ഫോറം, ഖത്തർ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ തുടങ്ങിയ സംഘടനകളും ഖത്തർ മലയാളീസ് എന്ന സോഷ്യൽ മീഡിയ കൂട്ടായ്മ, വിവിധ വ്യാപാര വാണിജ്യ സ്ഥാപനങ്ങൾ, ഇന്ത്യൻ സ്കൂളുകൾ തുടങ്ങി ചെറുതും വലുതുമായ സംഘടനകളും സ്ഥാപനങ്ങളും നടൻ മമ്മൂട്ടി ഉൾപ്പെടെയുള്ള വ്യക്തികളും മൽക്കാ റൂഹിയുടെ ചികിത്സാ ഫണ്ട് ശേഖരണത്തിൽ പങ്കാളികളായി. പെരുന്നാളും ആനുവൽ മീറ്റും സ്പോർട്സും എല്ലാം ഫണ്ട് ശേഖരണത്തിനുള്ള അവസരങ്ങളാക്കി. വീക്കെൻഡുകൾ വിവിധ സംഘടനകളുടെ ചാലഞ്ചുകളാൽ നിറഞ്ഞു. മലയാളികളുടെ ഐക്യത്തോടെയുള്ള പരിശ്രമങ്ങൾക്ക് ഖത്തരി പൗരന്മാരും നിർലോഭമായ പിന്തുണ നൽകി. ഒപ്പം വിവിധ രാജ്യക്കാരും സഹകരണവുമായെത്തി. ഫണ്ട് കളക്ഷൻ 74.56 ലക്ഷം ഖത്തർ റിയാൽ 17.13 കോടിയിലെത്തിയപ്പോൾ ബാക്കി തുക പ്രത്യേക ഇളവിൽ മരുന്ന് കമ്പനിയുമായുള്ള ചർച്ചയിൽ ലഭ്യമാവുമെന്ന് സിദ്ര ഹോസ്പിറ്റൽ അറിയിച്ചതോടെ ഖത്തർ ചാരിറ്റി കളക്ഷൻ ഔദ്യോഗികമായി അവസാനിപ്പിച്ചു. ICBF സെക്രട്ടറിയും സാമൂഹിക പ്രവർത്തകനുമായ മുഹമ്മദ് കുഞ്ഞി, ജീവകാരുണ്യ പ്രവർത്തകനും പ്രവാസി വെൽഫെയർ പ്രവർത്തകനുമായ ഷെഫീഖ് അലി എന്നിവർ ചേർന്നാണ് പ്രവാസി സമൂഹത്തിൽ ഫണ്ട് ശേഖരണത്തിന്റെ കോർഡിനേഷൻ നിർവഹിച്ചത്. പുതിയ സ്കൂൾ വർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങി ഖത്തർ. ദീർഘമായ വേനലവധിക്കാലം കഴിഞ്ഞ് സ്കൂളുകൾ തുറക്കാനിരിക്കെ വിദ്യാർത്ഥികളെ സ്കൂളുകളിലേക്ക് വരവേൽക്കാൻ ബാക്ക് ടു സ്കൂൾ ക്യാമ്പയിനുമായി ഖത്തർ. അവധിക്കാലം കഴിഞ്ഞെത്തുന്ന കുട്ടികളെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സ്കൂളുകൾ. വിദ്യാർത്ഥികൾക്ക് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി വിനോദ വിജ്ഞാന പരിപാടികളും പരിശീലനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. മുഷേരിഫ് ഗലേറിയ മാളിൽ ദിവസവും വൈകുന്നേരം 4 മുതൽ രാത്രി 10 വരെ പഴയ സ്കൂൾ ഓർമ്മകളുമായാണ് ബാക്ക് ടു സ്കൂൾ തുറന്നു നൽകുന്നത്. സെപ്റ്റംബർ 1-നാണ് ഖത്തറിലെ സർക്കാർ സ്വകാര്യ സ്കൂളുകൾക്ക് അധ്യയന വർഷം ആരംഭിക്കുന്നത്. ഇന്ത്യൻ സ്കൂളുകൾ കഴിഞ്ഞ ഏപ്രിലിൽ തുടങ്ങിയ അധ്യയന വർഷത്തിൽ 3 മാസം പിന്നിട്ടാണ് വേനലവധിയിലേക്ക് പോയതെങ്കിൽ സർക്കാർ സ്കൂളുകൾക്ക് ഇത് പുതിയ അധ്യയന വർഷത്തിന്റെ ആരംഭമാണ്. ബാക്ക് ടു സ്കൂളിന്റെ വിവിധ വ്യാപാര സ്ഥാപനങ്ങളിൽ വലിയ ഓഫറുകളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പുതിയ അധ്യയന വർഷത്തിൽ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും മികച്ച ഓഫറുകളിൽ നൽകുന്ന ബാക്ക് ടു സ്കൂൾ പ്രമോഷൻ ലുലു ഹൈപ്പർ മാർക്കറ്റുകളിൽ ആരംഭിച്ചു. എല്ലാ ലുലു ഹൈപ്പർ മാർക്കറ്റുകളിൽ നിന്നും luluhypermarket.com എന്ന വെബ്സൈറ്റിലൂടെയും ഓൺലൈനായും സ്കൂളുകളിലേക്ക് വേണ്ട സാധനങ്ങൾ, ഗാഡ്ജറ്റുകൾ, സ്റ്റേഷനറികൾ എന്നിവ പ്രത്യേക ഓഫറുകളിൽ വാങ്ങാൻ കഴിയും. ലാപ്ടോപ്പുകൾ, ടാബ്ലറ്റുകൾ, പ്രിന്ററുകൾ, കമ്പ്യൂട്ടർ ആക്സസറികൾ, സ്കൂൾ ബാക്ക്പാക്കുകൾ, ട്രോളികൾ, ലഞ്ച് ബോക്സുകൾ, വാട്ടർ ബോട്ടിലുകൾ എന്നിവ മുൻനിര ബ്രാൻഡുകളുടെ തന്നെ ലഭ്യമാണ്. ഡിസ്നി, മാർവൽ, സ്റ്റാർ വാർസ്, ബാർബി തുടങ്ങിയ പ്രിയപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന സ്കൂളുകളിലേക്ക് വേണ്ട സാധനങ്ങളും കുട്ടികൾക്ക് തിരഞ്ഞെടുക്കാം. സ്കൂൾ ഷൂകളുടെ വലിയ നിര തന്നെ ലുലുവിലുണ്ട്. ലോയൽറ്റി ഉപഭോക്താക്കൾക്ക് ഓഗസ്റ്റ് 16 വരെ തിരഞ്ഞെടുത്ത ബ്രാൻഡുകളിലൂടെ 25% കൂടുതൽ ഹാപ്പിനെസ് പോയിന്റുകൾ നേടാനാകും. സക്സസ് മന്ത്രാസ് ദോഹയിൽ പ്രകാശനം ചെയ്തു. പ്രവാസ ലോകത്തെ മാധ്യമപ്രവർത്തകനും ഗ്രന്ഥകാരനുമായ ഡോക്ടർ അമാനുള്ള വടക്കാങ്ങരയുടെ ഏറ്റവും പുതിയ ഇംഗ്ലീഷ് മോട്ടിവേഷണൽ ഗ്രന്ഥമായ സക്സസ് മന്ത്രാസ് ദോഹയിൽ പ്രകാശനം ചെയ്തു. സ്കിൽസ് ഡെവലപ്മെന്റ് സെന്റർ ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ ഖത്തറിലെ സാമൂഹ്യ, സാംസ്കാരിക, വാണിജ്യ മേഖലകളിലെ പ്രമുഖർ ചേർന്നാണ് പുസ്തകം പ്രകാശനം ചെയ്തത്. NVBS CEO ബേനസീർ മനോജ്, ഫൗണ്ടറും ചീഫ് കോച്ചുമായ മനോജ് സാഹിബ് ജാൻ എന്നിവർ ചേർന്ന് പുസ്തകത്തിന്റെ ആദ്യ കോപ്പി ഏറ്റുവാങ്ങി. വൈജ്ഞാനിക വിസ്ഫോടനവും ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലെ മുന്നേറ്റങ്ങളും ജീവിതത്തിന്റെ വേഗത വർദ്ധിപ്പിക്കുകയും പലതരത്തിലുള്ള സംഘർഷങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുമ്പോൾ പ്രതിസന്ധികളിൽ തളർന്നു വീഴാതെ ആത്മവിശ്വാസത്തോടെ പിടിച്ചു നിൽക്കുവാനും ലക്ഷ്യം നേടുവാനും എല്ലാ വിഭാഗം ആളുകൾക്കും പ്രചോദനം ആവശ്യമാണെന്നും സക്സസ് മന്ത്രാസ് പോലുള്ള മോട്ടിവേഷണൽ ഗ്രന്ഥങ്ങൾ ഈ രംഗത്ത് ഏറെ പ്രയോജനപ്പെടുമെന്നും ചടങ്ങിൽ സംബന്ധിച്ചവർ അഭിപ്രായപ്പെട്ടു. Momentum Media proudly presents Naseem Healthcare Qatar Canvas. Naseem Healthcare, the destination care. Powered by Riyadh Medical Center in association with
Isuzu Qatar and Christian SVP. Naseem Healthcare, the destination care. Reigate Finsbury Park is the new project launched from Reigate Builders at the center of the beautiful Calicut city with 2 and 3 BHK homes in B plus G plus 10 floor tower, which is located at 45 cents of land. Finsbury Park takes you to the height of standard living, bestest quality and marvelous atmosphere within your budget near Malabar Christian College, Kannur Road, Calicut. Experience luxury comparable to the world's best. Reigate Builders, building on tradition. Keep your momentum with Momentum Media. Riyadh Medical Center, JCI accredited multi-speciality medical center where affordability meets the highest quality care. Riyadh Medical Center, Doha, Qatar. Momentum Media proudly presents Naseem Healthcare Qatar Canvas, Naseem Healthcare, the destination care. powered by Riyadh Medical Center in association with Isuzu Qatar and Christian SVP. മൊമെന്റം മീഡിയ അവതരിപ്പിക്കുന്ന നസീം ഹെൽത്ത് കെയർ ഖത്തർ ക്യാൻവാസിൽ മെഡ് ചാറ്റിൽ അല്പ ആരോഗ്യ വിശേഷങ്ങളുമായി റയാദ മെഡിക്കൽ സെന്ററിൽ നിന്ന് സ്പെഷ്യലിസ്റ്റ് ഡെർമറ്റോളജിസ്റ്റ് ഡോക്ടർ സിൽവി ജേക്കബ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ സിൽവി ജേക്കബ്, സ്പെഷ്യലിസ്റ്റ് ഡെർമറ്റോളജിസ്റ്റ്, റിയാദ മെഡിക്കൽ സെൻറ്റർ. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ വിൻ്റർ സീസൺ കഴിഞ്ഞിട്ട് ഇപ്പോൾ കൊടും ചൂടിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. വേനൽക്കാലത്തെ ഏറ്റവും കൂടുതലുള്ള പ്രശ്നമാണ് ചൂടേറിയ വെയിൽ. ചർമ്മ പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതലും ഈ വേനൽക്കാലത്ത് തന്നെയാണ്. അതുപോലെ തന്നെ അല്പമൊന്ന് നമ്മുടെ ശ്രദ്ധ തെറ്റിയാൽ ചർമ്മകാന്തിയും അവതാളത്തിലാകും. അതുകൊണ്ട് നമ്മൾ ഈ വേനൽക്കാലത്ത് ചർമ്മ സംരക്ഷണത്തിനായി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ നമുക്കിപ്പോൾ പറയാം. ആദ്യമായിട്ട് ഹൈഡ്രേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. വൈ? ബിക്കോസ് അതുകൊണ്ടാണ് നമ്മുടെ സ്കിന്ന് സോഫ്റ്റ്, സപ്പിൾ, അതുപോലെ തന്നെ ഷൈനി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഈ ഹൈഡ്രേഷനിലൂടെ നമ്മുടെ ഉള്ളിലെ ടോക്സിക് മെറ്റീരിയൽസ് പുറത്തേട്ട് പോകുന്നു. അത് വേർപ്പിലൂടെയും അതുപോലെ തന്നെ മൂത്രത്തിലൂടെയും പുറത്തേട്ട് പോകുന്നത്. ഒരു മനുഷ്യൻ അറ്റ്ലീസ്റ്റ് ഒരു ദിവസത്തിൽ 2 to 3 liters ഓഫ് വാട്ടർ കുടിക്കുവാൻ ശ്രദ്ധിക്കണം. ചിലവർക്ക് ഈ വെള്ളം കുടിക്കുന്നത് അത്രയ്ക്കും താല്പര്യമില്ല. ആ ഉള്ളവർക്ക് ദേ ക്യാൻ യൂസ് ലൈക്ക് 2 to 3 slices ഓഫ് കുക്കുംബർ അല്ലെങ്കിൽ ലെമൺ കട്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ഇടുക. അതുപോലെ തന്നെ 2 to 3 മിൻറ്റ് ലീവ്സും അതിലിട്ടിട്ട് കുടിക്കാവുന്നതാണ്. കഴിയുന്നതും കാഫീനേറ്റഡ് ആൻഡ് എയറേറ്റഡ് ഡ്രിങ്ക്സ് നമ്മൾ അവോയ്ഡ് ചെയ്യണം. പിന്നെ ഉള്ളതാണ് ഇപ്പം ഈ വെള്ളം മാത്രമല്ല, അതുപോലെ തന്നെ കട്ട് ഫ്രൂട്ട്സും സാലഡ്സും നമുക്ക് കഴിക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഉള്ളിലത്തെ ഹൈഡ്രേഷൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പം നമ്മൾ പുറത്ത് എങ്ങനെയാണ്? ദാറ്റ് ഈസ് ബൈ യൂസിങ് ടോപ്പിക്കൽ മോയ്സ്ചറൈസേഴ്സ്. ഈ മോയ്സ്ചറൈസേഴ്സ് തന്നെ പല ടൈപ്പിലുണ്ട്. ലൈക്ക് വേനൽക്കാലത്ത് യൂഷ്വലി വി പ്രിഫർ എ ഫ്ലൂയിഡ് ഓർ എ lotion type of moisturizer, and in the winters creams or ointments are preferred. രണ്ടാമതായിട്ട് സൺസ്ക്രീൻ. പേരിൽ തന്നെ അതിൻ്റെ ഫങ്ഷനുമുണ്ട്. സണ്ണിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ സ്ക്രീനിങ്. എപ്പോഴും നമ്മുടെ സ്കിന്നിൽ പതിയുമ്പോൾ
ക്യാൻസർ പോലെയുള്ള മാരകമായ അസുഖങ്ങൾ വരാൻ വരെയും സാധ്യത ഉണ്ടെന്നാണ് സ്റ്റഡീസ് പറയുന്നത്. അതുകൊണ്ട് ഈ സൺസ്ക്രീൻ നമ്മുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടായിട്ട് നമ്മളതിനെ കൂടെ കൊണ്ടു നടക്കുകയും ഉപയോഗിക്കുകയും ചെയ്യണം. ഒത്തിരി ആളുകൾക്കുള്ള ഡൗട്ടാണ് എങ്ങനെയാണ്, എപ്പോഴാണ്, എവിടെയൊക്കെയാണ് ഈ സൺസ്ക്രീൻ യൂസ് ചെയ്യേണ്ടതെന്ന്. ഈ സൺസ്ക്രീൻ രാവിലെ നമ്മൾ പോകുന്നതിൻ്റെ ഒരു 20 to 30 മിനിറ്റ്സ് ബിഫോർ ഗോയിങ് ഔട്ട് നമ്മൾ നമ്മുടെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഏരിയാസ്, ദാറ്റ് ഇസ് ദ ഫേസ്, ദ നെക്ക് ആൻഡ് ദ ഹാൻഡ്സ് നമ്മൾ യൂസ് അല്ലെങ്കിൽ പുരട്ടേണ്ടതാണ്. ഇത് ഒരു 3 to 4 hours കൂടുമ്പോൾ ഒന്ന് റിപ്പീറ്റ് ആപ്ലിക്കേഷനും ശ്രദ്ധിക്കണം. പിന്നെ ഈ സൺസ്ക്രീനിൻ്റെ അകത്ത് ഒരു സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ അല്ലെങ്കിൽ SPF എന്ന് പറഞ്ഞൊരു ഫാക്ടറുണ്ട്. അതൊരു 50 അല്ലെങ്കിൽ 50+ ആയിരിക്കാൻ ശ്രദ്ധിക്കണം. ഈ സൺസ്ക്രീൻസ് മാത്രമല്ല, അതുപോലെ തന്നെ നമുക്ക് ഫിസിക്കൽ വേറെ സൺസ്ക്രീൻസ് ആണ്. കുട യൂസ് ചെയ്യുക, നമ്മൾ പുറത്ത് പോകുമ്പോൾ കുട യൂസ് ചെയ്യുക. വൈൽഡ് ബ്രിംഡ് ഹാറ്റ്സ് അല്ലെങ്കിൽ തൊപ്പി അത് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ കണ്ണുകൾക്ക് സൺഗ്ലാസസും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതൊക്കെ ചെയ്താലും കഴിയുന്നതും 9 AM to 3 PM വരെയുള്ള ചൂട് അത് നമ്മൾ അവോയ്ഡ് ചെയ്യാൻ നോക്കുക. പിന്നെ ഇനി നമ്മൾ മൂന്നാമതായിട്ട് നോക്കുന്നത് നമ്മുടെ ഡ്രസ്സിങ്, അതുപോലെ തന്നെ മേക്കപ്പാണ്. ഈ ഡ്രസ്സിങ്ങിൻ്റെ അകത്ത് കഴിയുന്നതും ലൈറ്റ് കളേർഡ് ലൂസ് ഫിറ്റിംഗ് കോട്ടൺ ഡ്രസ്സസ് ധരിക്കുവാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മേക്കപ്പ് ആയാലും ലൈറ്റ് മേക്കപ്പ് പാടുള്ളൂ. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്കിന്നിന് ഇത് ബ്രീത്തബിൾ ആൻഡ് കംഫർട്ടബിൾ ആണ്. അപ്പോൾ നമുക്ക് സമ്മേഴ്സിലൊക്കെ ഒത്തിരി കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ചൂടുകുരു അല്ലെങ്കിൽ പ്രിക്ലി ഹീറ്റ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളതാണ് തെർമൽ മിസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മിനറൽ വാട്ടർ വിത്ത് സ്പ്രേയർ വരുന്നതാണ്, കടകളിലൊക്കെ മേടിക്കാൻ കിട്ടും. ഇത് നമുക്ക് നമ്മുടെ ബാഗിൽ കൊണ്ട് നടക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇപ്പോഴത്തെ വാഹനങ്ങൾക്കൊക്കെ കൂളർ സിസ്റ്റംസ് ഉണ്ട്, അപ്പോൾ ഇതിൻ്റെ അകത്തും വെക്കാവുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഈ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഏരിയാസിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. സോ ദിസ് വിൽ കീപ്പ് അവർ സ്കിൻ ഹൈഡ്രേറ്റഡ് ആൻഡ് റിഫ്രഷ്ഡ്. ഇതിൻ്റെ പുറത്ത് ഇഫ് യു ഫീൽ ദാറ്റ് ദ സൺസ്ക്രീൻ ഹാസ് ഗോൺ, നമുക്ക് വീണ്ടും റീഅപ്ലൈ ചെയ്യാവുന്നതാണ്. അവസാനമായിട്ട് നമ്മുടെ ക്ലീനിങ് ഓഫ് ദ സ്കിന്നാണ്. ദിവസത്തിൽ അറ്റ്ലീസ്റ്റ് 2 നേരമെങ്കിലും തണുത്ത വെള്ളത്തിൽ കുളിക്കണം. പിന്നെ ഉള്ളത് മൈൽഡ് സോപ്സ് ആൻഡ് ക്ലെൻസേഴ്സ് യൂസ് ചെയ്യണം. ഒത്തിരി വിഗറസ് ആയിട്ട് ഫേസ് റബ്ബ് ചെയ്യരുത്. ആൻഡ് രാത്രികളിൽ ഹൈഡ്രേഷന് വേണ്ടി ഹൈലൂറോണിക് ആസിഡ് സീറംസും അതുപോലെ തന്നെ വിറ്റാമിൻ C സീറംസും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ ചില ഈസി ടിപ്സ് നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വേനൽക്കാലത്ത് നമുക്ക് നമ്മുടെ സ്കിന്ന് ഹൈഡ്രേറ്റഡ്, റിഫ്രഷ്ഡ് ആൻഡ് ഹെൽത്തി ലുക്കിംഗ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. നന്ദി. Momentum Media proudly presents Naseem Healthcare Qatar Canvas. Naseem Healthcare, the destination care. Powered by Riyadh Medical Center in association with Isuzu Qatar and Christian SVP. മൊമെന്റം മീഡിയ അവതരിപ്പിക്കുന്ന നസീം ഹെൽത്ത് കെയർ ഖത്തർ ക്യാൻവാസിൽ സൂപ്പർ ബ്രാൻഡ് സെഗ്മെന്റിൽ ക്യൂബോക്സ് ട്രേഡിംഗിന്റെ ഫൗണ്ടർ ആൻഡ് CEO മിസ്റ്റർ നിഷാം ഇസ്മായിൽ. Hi friends, this is Nisham. I'm the founder and CEO for Qbox Containers and Food Truck. തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ സ്വദേശം. കഴിഞ്ഞ 18 വർഷമായിട്ട് ഞാൻ ഖത്തറിലുണ്ട്. എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഷിപ്പിംഗ് ഇൻഡസ്ട്രിയിലാണ്. ഒരു 15 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. 2018 തുടക്കത്തിലാണ് ക്യൂബോക്സ് എന്ന് പറയുന്ന സ്ഥാപനം ഞാൻ തുടങ്ങുന്നത്. നമ്മുടെ കമ്പനിയുടെ ആക്ടിവിറ്റീസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വി ഹാവ് ഗോട്ട് മെയിൻലി 3 segments. We are into container trading, also have a division of fabrication. We have got food trucks and trailers, and we have got fabrication business as well. Primary നമ്മൾ തുടങ്ങിയത് കണ്ടെയ്നർ ട്രേഡിങ്ങിലൂടെ ആയിരുന്നു. പല ആളുകളും എൻ്റെ അടുത്ത് ചോദിച്ചു എങ്ങനെയാണ് ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് എത്തിപ്പെട്ടതെന്ന്. സോ ഷിപ്പിംഗ് കണ്ടെയ്നേഴ്സ് ഐ വാസ് ഡീലിംഗ് ഫോർ ഫ്രൈറ്റ്. സോ ആ സമയത്താണ് പല ആളുകളും കണ്ടെയ്നേഴ്സ് എങ്ങനെ മേടിക്കാൻ പറ്റും എന്ന് ചോദിച്ചിട്ട് നമ്മളെ ബന്ധപ്പെട്ടിരുന്നത്. അപ്പോൾ അങ്ങനെയാണ് കണ്ടെയ്നർ ട്രേഡിംഗ് എന്നുള്ളൊരാശയം മനസ്സിൽ വന്നതും 2018 തുടക്കത്തിൽ ക്യൂബോക്സ് ട്രേഡിംഗ് എന്ന് പറയുന്നൊരു സ്ഥാപനം തുടങ്ങിയതും. തുടക്കത്തിൽ ട്രേഡിംഗ് മാത്രമായിരുന്നു നമ്മൾ ഫോക്കസ് ചെയ്തിരുന്നത്. കണ്ടെയ്നർ വാങ്ങിക്കുക, വിൽക്കുക എന്നുള്ളൊരു ആക്ടിവിറ്റി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് തന്നെയാണ് ചില കസ്റ്റമേഴ്സ് എങ്ങനെ കണ്ടെയ്നർ വെച്ചിട്ട് അവർക്ക് ഓഫീസേഴ്സ് ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ സൈറ്റ് അക്കോമഡേഷനുള്ള ഫെസിലിറ്റി നമ്മൾ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് എൻക്വയറി വന്നത്.
അങ്ങനെ നമ്മൾ ഗ്രാജുവലി കണ്ടെയ്നർ ഫാബ്രിക്കേഷനിലോട്ട് വെഞ്ചർ ചെയ്തു. ആദ്യം നമ്മൾ ചെയ്തത് കണ്ടെയ്നർ ഓഫീസസ് ആയിരുന്നു, പിന്നീട് അക്കോമഡേഷൻ സ്റ്റാർട്ട് ചെയ്തു. 2019 തുടക്കത്തിലാണ് നമ്മുടെ ഒരു ടേണിംഗ് പോയിന്റ് എന്നുള്ള രീതിയിൽ കസ്റ്റമർ സ്റ്റാർട്ടഡ് അപ്രോച്ചിങ് ഫോർ കണ്ടെയ്നർ റെസ്റ്റോറൻറ്റ്സ്. എന്തുകൊണ്ട് കണ്ടെയ്നർ റെസ്റ്റോറൻറ്റ്സ്? കണ്ടെയ്നർ റെസ്റ്റോറൻറ്റ് ഏറ്റവും ചിലവ് ചുരുങ്ങിയ രീതിയിൽ വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റാണ്. So if you have an investment of even with a 50,000 riyal, you can start a very beautiful container restaurant. അപ്പോൾ യൂത്ത് ആയിട്ടുള്ള ആളുകളെ ഖത്തർ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് കൂടെ പല ഏരിയകളിലും അവർക്ക് കണ്ടെയ്നർ കഫേസ് ഓപ്പൺ ചെയ്യാനുള്ള അപ്രൂവൽ ഗവൺമെൻറ് കൊടുക്കേണ്ടായി. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വന്നൊരു സമയമായിരുന്നു 2019. സോ അവിടെ നിന്നാണ് നമ്മൾ വേറൊരു വേർട്ടിക്കലിലേക്കുള്ള ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ നമ്മൾ ഒത്തിരി പ്രോജക്ട്സ് വളരെ സക്സസ്ഫുൾ ആയിട്ട് ഹാൻഡ് ഓവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. തുടക്കത്തിൽ നമ്മൾ ചെയ്തിരുന്നത് ഇൻഡിവിജ്വൽ പ്രോജക്ട്സ് ആയിരുന്നു. പിന്നീട് നമുക്ക് ഗ്രൂപ്പ് കമ്പനീസിൻ്റെ ഓർഡേഴ്സ് വന്നു തുടങ്ങി, അതായത് ചെയിൻ ഓഫ് റെസ്റ്റോറൻറ്റ്സ് ഉള്ള ആളുകളുടെ എൻക്വയറീസ് വന്നു തുടങ്ങി. ലേറ്റർ സ്റ്റേജ് വി സ്റ്റാർട്ടഡ് വർക്കിംഗ് വിത്ത് ഗവൺമെൻറ് ഓഫ് ഖത്താർ. വി ഹാവ് വർക്ക്ഡ് വിത്ത് സിവിൽ ഡിഫൻസ്, വി ഹാവ് വർക്ക്ഡ് വിത്ത് ഖത്തർ ആം ഫോഴ്സസ്. സോ അതുപോലെയുള്ള ബിഗ് കമ്പനീസിനായിട്ടുള്ള കോർപ്പറേറ്റ് കമ്പനീസും ഗവൺമെൻറ് കമ്പനീസും ആയിട്ടുള്ള പ്രോജക്ട്സ് നമ്മളിപ്പോൾ അണ്ടർടേക്ക് ചെയ്യുന്നുണ്ട്. So within this short span of time, alhamdulillah, QBox has become a big name within the locals, especially between the Qataris. നമ്മളുടെ ഒരു പ്രോജക്റ്റിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഒക്കെ ഒരു ക്വാളിറ്റി കൊണ്ട് തന്നെ ആയിരിക്കാം we have been suggested as one of the leading contractor for the FIFA 2022 World Cup. So നമുക്കൊരു 2 മേജർ പ്രോജക്ട്സ്, 2 മേജർ ഫാൻ സോൺസ് directly under FIFA we had accomplished during the World Cup days. So our second product is we are dealing with food trucks also. Especially if you see in the malls, the small cozy food trucks which sell coffee, ice creams. So we have got an agency agreement between factories from China. അപ്പോൾ കസ്റ്റമർ ഇവിടെ ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ we work with the factory and we deliver the complete ready to use food trucks to the customer. We do all kind of interior fit outs for this, especially when it comes to the equipments or if they want some customized designs. നമ്മളത് ഫാക്ടറിയിൽ സംസാരിച്ച് കസ്റ്റമർക്ക് ആവശ്യമുള്ള രീതിയിൽ ബിൽഡ് ചെയ്തിട്ട് റെഡി ടു യൂസ് എന്നുള്ള രീതിയിൽ ഇവിടെ ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നോട്ട് ഓൺലി ദാറ്റ്, ഇഫ് കസ്റ്റമേഴ്സ് വാണ്ട് ടു ഹാവ് ദെയർ ഓൺ ഡിസൈൻ, നമ്മൾ ലോക്കലി നമുക്ക് ഫാബ്രിക്കേഷൻ ഉണ്ട്. Especially we are doing caravans, and when they need bigger sizes like extra long size അല്ലെങ്കിൽ extra wide size of trucks വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ trailers വേണമെന്നുണ്ടെങ്കിൽ we have got in-house facility to manufacture food trucks in Qatar. And our third segment is we are into steel fabrication as well. We are doing industrial warehousing, industrial sheds, stores. അങ്ങനെ സ്റ്റീൽ സ്ട്രക്ചർ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ടൈപ്പ് ഓഫ് ഫാബ്രിക്കേഷൻ വർക്ക്സും നമ്മൾ അണ്ടർടേക്ക് ചെയ്യുന്നുണ്ട്. So we have completed several projects, especially in the new industrial area and all, for making the warehouses. So we are also into offshore projects, especially Qatar's oil and gas industry use cheyavunna reethiyilulla special type of containers, especially for the 10 food containers, DNV certified offshore containers. Idinte ellam supply namukkundu. As a part of our expansion project, currently we have ventured into the Saudi market also. In 2023, we have started our office in Dammam. And as you know, like Saudi is a promising market, so hopefully we can have more projects in Saudi also. So after FIFA, people were very skeptical about the future of Qatar. ഖത്തറിൽ ഇനി പുതിയ ബിസിനസ് ഒന്നും നടക്കില്ല എന്നുള്ള പല റൂമേഴ്സും ഉണ്ട്. പക്ഷേ ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരികളും പുറകിലുള്ള ആളുകൾക്കും വളരെ വ്യക്തമായ പ്ലാനുകളുണ്ട്. സോ വി ആർ 100% കോൺഫിഡൻറ്റ് ഖത്തർ വിൽ ഗോ ലോങ് വേ ഇൻ ഫ്യൂച്ചർ ഇൻഷാല്ലാ. മൊമെന്റം മീഡിയ അവതരിപ്പിക്കുന്ന നസീം ഹെൽത്ത് കെയർ ഖത്തർ ക്യാൻവാസിന്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ഖത്തറിന്റെ പുതിയ വിശേഷങ്ങളും വർത്തമാനങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. Momentum Media proudly presents Naseem Healthcare Qatar Canvas. Naseem Healthcare, the destination care. Powered by Riyadh Medical Center in association with Isuzu Qatar and Christian SVP. The top 10 projects in Trivandrum share a common name. Favorite Homes. Favorite Homes. Home. A relationship for life. Better car rental partner for 20 years. Better varieties. Better support. Better insurance. Better corporate lease. Better replacement. Better car rental. Better services. Better rates. The top 10 projects in Trivandrum share a common name. Favorite Homes.
Favorite Homes. Home, a relationship for life.